ഈ മഴ പെയ്യുന്ന രീതി കാണും. എങ്ങനെ പണിയെടുക്കാം? എന്തുമാത്രം ചെളിയാണ് ഇവിടെ ഉള്ളത്. എന്തുമാത്രം ഇപ്പം മിഷനറീസ് അല്പം കുറഞ്ഞ് കിട്ടിയോ, അല്പം ഒന്നെണ്ണം ഇപ്പം ഇത് കുറവുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള നമുക്ക് ഈ നൈറ്റ്ലി വർക്ക് പോസിബിൾ അല്ല. കാരണം ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു വീണ്ടും കൊളായിട്ട് വന്നാൽ ഇങ്ങോട്ട് നടക്കത്തില്ല. മാക്സിമം നമ്മുടെ റോഡിൻ്റെ ടാറിൻ്റെ ആ എൻഡ് നിന്ന് കാണുക, അവിടുന്ന് 2 മീറ്റർ എടുക്കുക, ആ ഒരു പിടിച്ച് തന്നെ ഏകദേശം ആ ഒരു കാണുന്ന വെടുത്തില്ല അവിടം വരെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉൾഭാഗത്തേക്ക് ഇനി വലുതായിട്ടില്ല. ഇനി ഈ സൈഡ് ഇങ്ങനെ പോകാനുണ്ട്. അത് ഇപ്പോൾ റോഡിന് എൻഡ് മസ്റ്റ് നമുക്ക് കാണണം. ഈ ഡിവൈഡർ ഇവിടെ കണ്ടിട്ടുണ്ട്, അത് പോയി കിട്ടി. ഇല്ല, ആ കടയുടെ ഓപ്പോസിറ്റ് കിട്ടിയ വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കർവുണ്ട്. ആ കർവിൻ്റെ അടുത്ത് ചെറിയൊരു ഇതുണ്ട്, ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ഉണ്ടെങ്കിൽ സഡനായിട്ടുള്ള ഫാളിംഗ് ആണെങ്കിൽ പല സ്ഥലങ്ങളിലും ഈ വണ്ടി എല്ലാം അടിപ്പെടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല അതിൻ്റെ അകത്തുള്ള റോക്സ് എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ബോൾഡർ റോക്സ് ആണ്. വെച്ചാൽ പിടിച്ചാൽ കിട്ടുന്ന ഹിറ്റാച്ചിയിൽ അനങ്ങാൻ പറ്റാത്ത പാറകളുണ്ട്. വണ്ടിക്ക് ഇനിയും അവിടെ നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് നടത്തും. ഈ വെള്ളത്തിൽ പോയിട്ടില്ലെന്ന് ഉറപ്പിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് എൻ്റെ ബ്രദറാ ജിതിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, മൊബൈൽ എത്ര ഓൺ ഇറങ്ങി? നിങ്ങൾ കേട്ട് കാണോ, 2 ദിവസം അത് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ കോമൺ സെൻസ് ആലോചിക്കുക. ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഗിയറിലോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇടും. ആ വണ്ടി പോകണമെങ്കിൽ ഇടിച്ച് നിറങ്ങിയേ പോത്തു. അതിനിടയ്ക്ക് എങ്ങനെയാണോ കൊളാപ്സ് ചെയ്യും അതിൻ്റെ മിറർ, അതിൻ്റെ ചില്ലെല്ലാം. അപ്പോൾ എന്തായാലും അതിനകത്ത് പോകുമ്പോഴത്തേക്ക് വെള്ളം കയറും. മൊബൈൽ അപ്പോഴേ ഡെഡാണ്, മൊബൈൽ അപ്പോഴേ ഇല്ലാതാ മൊബൈൽ. പിന്നെ എങ്ങനെ എത്ര ദിവസം റിങ് ചെയ്ത് മാത്രമല്ല NDRF വിദഗ്ധനും നേവിയുടെ നിന്ന് ബോട്ട് എടുത്ത് ഞാനും കൂടെ പരിശോധനയ്ക്ക് പോയിരുന്നു. ഇടയ്ക്ക് കുറച്ച് ഒരു അരമണിക്കൂർ എന്തോ ഒരു മെറ്റൽ പാട്ടല്ല, വുഡൻ പാട്ടായിരുന്നത്. അതല്ല ഇതിൻ്റെ ഈ ആയിട്ട് ട്രക്കായിട്ട് ബന്ധമൊന്നുമില്ലത്. ഇത് അതിൻ്റെ അകത്ത് പോയിരുന്നെങ്കിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് ഈ എത്ര വലിയ വെക്കാണ് ഫ്ലോട്ട് ചെയ്ത് ടോപ്പിൽ വരും. പിന്നെ നേവിയുടെ ഈ മൺകൂന നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മാത്രമാണ് മൺകൂന നോക്കുന്നത്. നമ്മുടെ ലാൻഡിലുള്ള പോസിബിലിറ്റി എല്ലാം നോക്കുന്നുണ്ട്. ഈ സൈഡിൽ ലാൻഡിൽ ഈ വാട്ടറിന് നോക്കേണ്ടത് നേവി സോണാർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് വെച്ച സംവിധാനം വെച്ച് നേവി ഉച്ചയ്ക്കുന്നുണ്ട്. സാറിനെ കണ്ടപ്പോഴത്തേക്ക് അത് വെച്ച് സോണാർ നോക്കുന്നുണ്ട്. ഈ ഡൈവേഴ്സ് നോക്കുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങി വീണ്ടും ഇടയ്ക്ക് അത് ഇറങ്ങി നോക്കുന്നുണ്ട്. ഈ 14 മണിക്കൂർ ഇടയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മൾ ആഹാരവും വെള്ളം കുടിക്കാതാണ് ഇത് ചെയ്യുന്നത് തന്നെ. ഈ ക്ലൈമറ്റ് കാണുന്നത്, ചെളി കാണുന്നല്ലോ. അവിടെ ഇറങ്ങുമ്പോൾ ഈ അരക്കെട്ടോളം താഴ്ന്നു പോവാണ്. വീണ്ടും മുക്കി കഴിക്കാണ് വീണ്ടും കയറി ഇറങ്ങുന്നത്. സൈന്യത്തിന്റെ എക്യുപ്മെന്റ്സ് കൂടുതലായി എത്തിക്കാനുള്ള സാധ്യത സൈന്യത്തിന്റെ സാറിന് ചോദിച്ചപ്പോഴത്തേ നിലവിൽ എക്യുപ്മെന്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു റഡാർ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ഹൈ പെനിട്രേറ്റിംഗ് പവറുള്ള ഒരു ആക്യുറസിയുള്ള റഡാറാണ് ആവശ്യപ്പെടുന്നത്. ബാംഗ്ലൂർ സാർ എത്തുമെന്ന് പറയുന്നു. നാളെ രാവിലെ ഉച്ചത്തേക്ക് എത്തുമെന്ന് പറയുന്നത്. അതുകൂടെ അങ്ങനെയുള്ള ഒരു ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ കരയിലുള്ള നമ്മുടെ ഈ ലാൻഡിലുള്ള നമ്മൾ കുറെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളല്ലോ ഈ ട്രക്ക് വന്നിട്ടില്ല എന്നാണോ? ഇല്ല, ഇതുവരെ ഇപ്പോഴും വെള്ളം കൊണ്ടുവന്നിട്ടില്ല. ഇന്നലെ NIT ഉദ്യോഗസ്ഥർ അവിടെ റഡാർ ഉപയോഗിച്ച് പരിശോധിച്ചത്. അപ്പോൾ NIT ഞാനാണ് കൊണ്ടുപോയത്. ഞാൻ അവിടെ പരിശോധിക്കാതെ ഞാൻ തന്നെയാണ് കൊണ്ടുപോയത്. അവരെ കളക്ടർ അനുവാദം വാങ്ങിച്ച്. കാരണം അങ്ങോട്ട് കയറുമ്പോൾ ഈ എറോഷൻ, ഈ സോയിൽ, ഈ ലാൻഡ് സ്ലൈഡിങ് കാരണം അത് ഞങ്ങളും ആ ഒരു ടേക്കർ NDRF ഓഫീസറും NDRF 2 അസിസ്റ്റൻസ് NDRFന്റെ 2 ആൾക്കാരും കൊണ്ട് നമ്മൾ തന്നെയാണ് പോയി. RTO ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലയാളികൾ RTO ചോദിക്കൂ, ഇനി എത്ര മണ്ണ് മാറ്റാനുണ്ട്? മന്ത്രി പറഞ്ഞത് ഇനി 5% ഉള്ളൂ എന്നാണ്. എത്ര നീളത്തിൽ മണ്ണ് കിടക്കുന്നുണ്ട് മലയോട് ചേർന്ന്? ഡ്രൈ ഏരിയയിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഒരു വെറ്റ് കണ്ടീഷൻ അറിയാലോ, മടി വെച്ച് വെറ്റാണ്, നിർത്താതെ മഴ പെയ്യുന്നത്. അപ്പം കറക്റ്റ് ആക്യുറസി കുറവായിരിക്കും. എന്നാൽ നമ്മൾ മെറ്റൽ പാട്ട് പോലെ തോന്നിയ സ്ഥലത്ത് ഒരു ഡീപ്പ് ആൻഡ് ഒരു ക്ലിയർ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ എൻഡ് കാണണം, നമുക്ക് ടാറ് കഴിയുക, അവിടുന്ന് 2 മീറ്റർ എടുക്കുക. ആ ഒരു ലെവലിൽ തന്നെ അറ്റം വരെ പിടിച്ചു പോകാനാണ്. അപ്പോൾ ആ അവിടുത്തെ സെർച്ച് ക്ലീൻ ആയിട്ട് കഴിയും. പിന്നെയുള്ള ഈ വയസ്സുള്ള സെർച്ചാണ്. പിന്നെയുള്ള പോസിബിലിറ്റി ഇവിടെയാണ്. ഇനി എത്ര മീറ്റർ മണ്ണെടുക്കാനുണ്ടാവും? ഇനി ഇത് കണ്ടില്ല, ഇത് ചില സമയത്ത് വീണ്ടും ഇത് വരുന്നുണ്ട്. മാക്സിമം ഇത് വീണ്ടും ഇങ്ങോട്ട് വരാതെ സൈഡ് വളരെയധികം കെയർഫുൾ നോക്കിയാണ് എടുത്തെടുത്ത് പോകുന്നത്. അപ്പോൾ ഈ സൈഡ് മുഴുവനായിട്ട് മണ്ണെടുക്കുക, അതോടൊപ്പം തന്നെ അതെ, നമുക്ക് റോഡിന് ഇവർക്ക് എന്തായാലും റോഡ് ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ സംശയം റിപ്പോർട്ടിലൂടെ സ്ഥിരീകരിച്ചത് ഈ ടവറിന്റെ താഴെഭാഗത്ത് മറുഭാഗത്തുള്ള ഈ കട ഇടിഞ്ഞു പോയതിന്റെ നേരെ എതിർഭാഗത്താണ് ഈ വണ്ടി നിർത്തിയിട്ടിരുന്നത് എന്നുള്ളതാണ്. രഞ്ജിത്തിനോട് ചോദിക്കും, അവിടുത്തെ മണ്ണ് പൂർണ്ണമായും മാറ്റിയോ എന്ന്. കുറവായിരുന്നല്ലോ, ഈ ട്രക്ക് വേണ്ടത് ഒന്നും മാറ്റിയില്ലായിരുന്നല്ലോ, കണ്ടതല്ലേ. വന്നിവിടെ ഈ പാത്ത് വൃത്തിയാക്കാൻ തിരക്കില്ല. ഞാൻ വന്നപ്പോൾ സാക്ഷി അങ്ങനെ പാത്ത് വൃത്തിയാക്കുന്ന രീതിയിലാണ് കണ്ടത്. എല്ലാവരും മലയാളികളെല്ലാം കണ്ടത് തന്നെയാണ്. അതുകൊണ്ട് ഇതുകൊണ്ടല്ല 5ാമത്തെ ദിവസം നമ്മൾ എത്തിയത്. ഇവരൊന്നും ചെയ്യാത്തതുകൊണ്ടല്ലെങ്കിൽ ഇറങ്ങി വന്നത്. അപ്പോഴുള്ള ദൃക്സാക്ഷികൾ പറഞ്ഞത് ഈ കടയുടെ എതിർവശത്ത് ഈ 3 വാഹനങ്ങൾ നിർത്തിയിട്ടതായി കണ്ടതായി, അരമണിക്കൂർ മുമ്പ് നിർത്തിയിട്ടതായി കാണുന്നുണ്ട്. അതായത് ഈ വെള്ളവരയ്ക്ക് അപ്പുറത്തേക്ക് നിർത്തിയിട്ടു എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള സ്പേസ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇനിയും മണ്ണ് ഒരുപാട് നീക്കം ചെയ്യാനില്ലേ? ഇല്ല, അത്രയ്ക്കുള്ള മണ്ണില്ല. ഞാൻ പറഞ്ഞില്ല, അത് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ ക്ലിയർ ഔട്ട് ചെയ്യേണ്ടിരിക്കുകയാണ്. ഈ മഴയാണ് തടസ്സപ്പെടുത്തുന്നത്. ഈ നമുക്ക് മണ്ണ് മാറാൻ കിട്ടുന്നില്ല. കാരണം ഈ വെള്ളം കൂടെ കയറി വരുന്നതുകൊണ്ട് മടിയായിട്ട് വീണ്ടും അങ്ങ് പോവുകയാണ്. കറക്റ്റ് അതിൻ്റെ അകത്തുള്ള ബോളേഴ്സ് ഹെവി ബോളേഴ്സ് ആണ്. നിങ്ങൾ അത് ഹിറ്റാച്ചി പോലും പിടിക്കാൻ പറ്റുന്ന ഹെവി ബോളർ. അതിൻ്റെ അകത്ത് കയറി വർക്ക് ചെയ്ത ഒരാളാണ്. പുറത്തിറങ്ങി. അതുവരെ ഞാൻ NDRF ഓഫീസർ അതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു.
ഹെവി ബോൾസ് ഈ വാഹനത്തിന് മുകളിൽ വീണ് അത് തകർന്നു പോകാനുള്ള സാധ്യത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലേ? ഈ ബോൾഡർ അതാണ് ഇപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷകളെല്ലാം മങ്ങുന്ന കാര്യം അതാണ്. ഈ ബോൾഡർ വീണിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊരു ജാമോടെ കോലാഹം വന്നിട്ടുണ്ട്. നമുക്ക് എന്താ ട്രക്ക് ട്രേസ് ഔട്ട് ചെയ്യണം. ഈ ഹെവി ബോൾഡർ കരസേനയുടെ ഈ സംവിധാനങ്ങളൊക്കെ ഏത് സമയത്തേക്ക് എത്തും? അതായത് സ്കാനർ, റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ എപ്പോഴത്തേക്ക് എത്തുമെന്നാണ് കാര്യം? സപ്പോസിൽ കൊണ്ടുവരാനാണ് ഞാൻ പറയാം. കരസേന വരുമ്പോൾ ഇത് കൊണ്ടുവരുന്നതാണ് ഞാൻ വിചാരിച്ചത്. അവരുടെ എഞ്ചിനീയറിംഗ് യൂണിറ്റ് എല്ലാം വന്നത് മറാത്താലി എന്ന് പറഞ്ഞൊരു റെജിമെൻ്റാണ് വന്നിരിക്കുന്നത്. എന്നാലും അവർ ബൽഗാമിൽ നിന്ന് വന്നതാണ്. സാർ നല്ല രീതിയിൽ കോപ്പറേഷൻ ചെയ്യുന്നുണ്ട്. സാർ നല്ലൊരു എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. അതെ, പങ്കാളിയാ. ഇപ്പം സാർ ആണെങ്കിൽ എല്ലാം നമ്മൾ ഒരുമിച്ച് ജോയിൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. NDRF നമ്മുടെ രീതി. പിന്നെ മലയാളി സന്നദ്ധ പ്രവർത്തകർ കുറേ മലയാളികൾ ഇന്ന് കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവർ, ഞാൻ പറഞ്ഞില്ല, ഒരു മാക്സിമം അത് നമ്മൾ ഇവിടെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഈ ലാൻഡിൽ ഈ സാധനം ഇല്ലെന്ന് ഉറപ്പിച്ച് നമുക്ക് പരിപാടി നിർത്താം. ലാൻഡിൽ നമ്മൾ ഫുള്ള് നോക്കുകയാണ്. കാരണം ഒരു സംശയം ഇടവരാത്ത, അതായത് ഈ മണ്ണിനടിയിൽ സാധനം ഇല്ല നമ്മൾ ഉറപ്പിക്കുകയാണ് എൻ്റെ ദൗത്യം. നിലവിലെ സാഹചര്യത്തിൽ എത്ര സമയം എടുക്കും ഇതിന്? ഈ ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ മാക്സിമം പോകല്ലേ. ചേട്ടാ കാണുന്നില്ല, ഊണില്ല ഉറപ്പില്ല, നിങ്ങൾ ഈ എക്സിറ്റ് പോലും കടക്കുന്നില്ല. മന്ത്രി നേരത്തെ റവന്യൂ മന്ത്രി പറഞ്ഞിരിക്കുന്നത് 90% മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞു എന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനെ കാണുന്നില്ല. 90% മണ്ണ് നീക്കം ചെയ്തിട്ടില്ല. ഇല്ല, കാണുന്നുണ്ടല്ലോ, 50% പോലും മണ്ണ് നീക്കം ചെയ്താൽ കാണുന്നില്ല. നമ്മൾ ആ ഒരു ടാറിട്ട ഒരു പോർഷൻ അപ്പ് എൻഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് 2 മീറ്റർ കയറി ബാക്കി ആ ഒരു ത്രൂ ഔട്ട് ആ ഒരു ലൈൻ പിടിച്ചാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമുക്ക് കറക്റ്റ് കൺക്ലൂഷൻ, ആ റോഡ് ഇത്ര മീറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറം വണ്ടി പോകില്ല എന്നുള്ള നമുക്ക് കറക്റ്റ് അറിയാം. പിന്നെ ഉള്ള ഈ കാണുന്ന ഇതാണ്. അതിപ്പോൾ മാറ്റി തുടങ്ങി. പിന്നെ വാട്ടറിലെ കാര്യം ഞാൻ പറഞ്ഞു. വാട്ടർ 5 ദിവസം 6ാമത്തെ ദിവസം നേവിയുടെ എക്യുപ്മെന്റ്സ് വെച്ച് എല്ലാം ക്ലിയർ കട്ടായിട്ട് നോക്കുക. നമ്മൾ അതിനിടയ്ക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ വാട്ടറിലും എന്തെങ്കിലും സംശയം ഉള്ളപ്പോഴത്തേക്ക് ഞാൻ NDRFിൻ്റെ COയും തന്നെ ഇറങ്ങി നോക്കിയായിരുന്നു. അത് വെച്ചാൽ ഒരു ഉടൻ ഇതായിരുന്നു, മെറ്റൽ പാട്ടറൊന്നും അല്ല. പിന്നെ വാട്ടറിലാണെങ്കിൽ വന്നത് മൊബൈലിലേക്ക് ഒരിക്കലും വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസം ഒരിക്കലും റിങ് ചെയ്യത്തില്ല ഒരിക്കലും. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, വെള്ളത്തിൽ വന്ന് ഗ്ലാസ്സെല്ലാം ബ്രേക്കായി എൻ്റെ ക്യാബിൽ വെള്ളം കയറി അവരിനകത്ത് ഒരിക്കലും മൊബൈൽ. അതായത് ദിവസങ്ങളോളം നീളുന്ന ഒരു രക്ഷാദൗത്യമാണ് ഇനിയും അവശേഷിക്കുന്നത്. ഇത് ദിവസങ്ങളോളം പറഞ്ഞ ലാസ്റ്റ് ഭാഗം നമ്മൾ രാത്രിയിലും വർക്ക് കണ്ടിന്യൂ ചെയ്യാണ്. മാക്സിമം ഇത് തീർക്കാനുള്ള ശ്രമത്തിലാണ്. എത്രയും പെട്ടെന്ന് നീക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. ഇത് നമ്മൾ എന്താ ഒരു നിമിഷം പോലും കളയാതെ ചെയ്തുകൊണ്ടിരിക്കുക. അത് കാണുന്നുണ്ടല്ലോ, ഒരു നിമിഷം നിൽക്കാതെ അത്രയധികം ടീമുണ്ട്. ആ ടീം വെച്ച് നമ്മൾ മാക്സിമം മൂവോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ ദൗത്യം നിർത്തി വെക്കില്ല. നമ്മൾ വെക്കാതിരിക്കാൻ നോക്കുക. നമ്മൾ എന്തായാലും ഈ ലാൻഡ് എൻ്റെ ഈ കരഭാഗം അത് ഫുള്ള് ഒരു ക്ലീൻ, ഒരു വൈഡ് ആൻഡ് ഒരു ഡീപ്പ് ക്ലീൻ സെർച്ചാണ് ചെയ്യുന്നത്. ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്ന വരെ ഈ ലാൻഡിലുള്ള സെർച്ച് കണ്ടിന്യൂ ചെയ്യാൻ പ്ലാൻ ആയിട്ടിരിക്കുന്നത്. അഭിലാഷ്, എത്ര മണ്ണ് മാറ്റിയിട്ടുണ്ടെന്നാണ് രഞ്ജിത്ത് പറയുന്നത്? അഭിലാഷ്, ഒന്നുകൂടി ചോദിക്കും അദ്ദേഹത്തോട്, എത്ര മണ്ണ് മാറ്റിയിട്ടുണ്ട് നിലവിൽ? രഞ്ജിത്ത് അക്കാര്യത്തിൽ ഞാൻ ചോദിച്ചു 90% മണ്ണ് നീക്കം ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അതിന് ഉത്തരം തരുന്നില്ല. പക്ഷേ 50% മണ്ണ് നീക്കം ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നതല്ലേ എന്നാണ്. അതായത് അത്ര പോലും മണ്ണ് നീക്കം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഉത്തരമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വരുന്നത്. കൂടുതൽ പ്രതികരണത്തിലേക്ക്